ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ഞാൻ എഴുതിയ നീളാതീരം എന്ന പുസ്തകത്തിലെ ഒരു കഥ വായിച്ചാലോ ഇന്ന്? ജൈത്രയാത്ര എന്നാണ് കഥയുടെ പേര്. ജൈത്രയാത്ര. കാലം തെറുത്തിവിട്ട മുറിപ്പാടുകളുടെ വ്രണങ്ങൾ തിളക്കം നശിപ്പിച്ച ആ കണ്ണുകളെ പരിശ്രമിപ്പിച്ച് അവൾ ആ തെരുവിലേക്ക് നോക്കി നിന്നു. ഇളകി മറയുന്ന തൻ്റെ മനസ്സിൻ്റെ താളവട്ടങ്ങൾ താലോലിക്കുകയായിരുന്നു അവൾ അപ്പോൾ. രാഗി, നീ അവിടെ എന്തെടുക്കുകയാ? കുട്ടി കിടന്നു അലമുറയിടുന്നത് കണ്ടില്ലേ? ഭർത്താവിൻ്റെ രോഷവാക്കുകൾക്കിടയിലൂടെ നിറുത്താതെയുള്ള കുഞ്ഞിൻ്റെ അതിശബ്ദത്തിലുള്ള കരച്ചിൽ അകത്തുനിന്നും അവൾ കേട്ടു. പരിസരം ഓർമ്മ വന്ന അവൾ മനസ്സിലെന്തൊക്കെയോ പഴിച്ച് ജനവാതിലിനരികിൽ നിന്നും കട്ടിലിനടുത്തേക്ക് നീങ്ങി. ഷർട്ടിൻ്റെ കുടുക്കിട്ട് ധൃതിയിൽ പുറത്തേക്കിറങ്ങുന്ന മോഹനേട്ടനെയാണ് കാണുന്നത്. രാഗി വേഗത്തിൽ അയാൾക്കൊപ്പം നടന്നു ചെന്നുകൊണ്ട് പറഞ്ഞു, അതേ, രാത്രിയിലേക്കുള്ള ചപ്പാത്തിമാവ് തീർന്നു. കുഞ്ഞിൻ്റെ ബേബി ഫുഡും വാങ്ങിച്ചേക്കണേ. മറുപടി ഒരു മൂളിച്ചയിൽ ഒതുക്കി ഇറങ്ങിപ്പോയ അവളെ ശ്രദ്ധിക്കാതെ അകത്തേക്കു നടന്നു. ഇറങ്ങിപ്പോയ അയാളെ ശ്രദ്ധിക്കാതെ അകത്തേക്കു നടന്നു. കുഞ്ഞിനെ തോളിലിട്ട് താരാട്ടുപാടിക്കൊണ്ട് അവൾ വീടിന് പിറകുവശത്തെ സ്വൈര്യക്കാറ്റിലേക്ക് നീങ്ങി. ഹാവൂ, ഇനി 9 മണിവരെ തനിക്ക് സ്വയം സംവാദം. ഉറങ്ങിപ്പോയ കുഞ്ഞിനെ കട്ടിലിൽ കിടത്തി തിരിഞ്ഞു നടന്നുകൊണ്ട് തൻ്റെ പതിവ് ചിരിയിലും ഏകാന്ത സംസാരത്തിലും മനസ്സിൻ്റെ കോണുകളിൽ ഒളിപ്പിച്ചു വെച്ച കാമുകന്മാരുടെ മഞ്ഞുസ്പർശന ലിസ്റ്റിൽ വെറുതെ തെന്നി നടന്നു. ഇല്ല, ഇന്നൊന്നിലും തനിക്ക് രക്ഷയില്ല. കുതിച്ചു ചാടുന്ന മനസ്സിൽ എല്ലാം ഈയാമ്പാറ്റകൾ. സൂര്യൻ കടലിലേക്ക് ഇറങ്ങാനുള്ള ഒരുക്കത്തിലാണ്. എന്നിരുന്നാലും സായാഹ്നത്തിൻ്റെ മട്ടും മാതിരിയും ഞാൻ ഇനിയും കുറേ നേരം കൂടി എന്നാണ്. ഇന്നാണെങ്കിൽ മന്ദമാരുതന് കുറച്ചൊക്കെ മടിയുണ്ട്. വീടിൻ്റെ തെക്കേ അറ്റത്തെ ആ വാടക വീട്ടിലെ എഴുത്തുകാരൻ മനസ്സിൽ ആരാധനാമൂർത്തിയായി നുരഞ്ഞു പൊങ്ങി. മനസ്സിനെ കൊതിപ്പിക്കുന്ന ആ പൗരുഷത്തിന് മുന്നിൽ താൻ ഒന്നുകൂടി. ഞാൻ മുരളി. വാടകക്കാണേലും കയറിയിരിക്കാൻ നേരത്തെ അയൽക്കാരുമായി ഒരു കൂടിക്കാഴ്ച വേണമെന്ന് തോന്നി. അകത്തേക്ക് കണ്ണുകൾ പായിച്ചുകൊണ്ട് അയാൾ ചോദിച്ചു, ഇവിടെ ഒറ്റക്കാണോ അതോ? ഹസ്ബൻഡുണ്ട്, പുറത്തു പോയിരിക്കയാ. ഇപ്പോൾ ഞാനും കുഞ്ഞും മാത്രം. ആളെ എവിടെയൊക്കെയോ കണ്ടിട്ടുണ്ടെന്ന് തോന്നി. മനുഷ്യവർഗമല്ലേ, എവിടുന്നെങ്കിലും കണ്ടു കാണും. ഒരുപക്ഷെ ഇതുപോലെ വേറെ ആരെങ്കിലും? സംശയം മറച്ചു വച്ചില്ല. കാണാൻ വഴിയുണ്ട്. മുരളിദാസ് താരാഭായ്, അതെൻ്റെ തൂലികാനാമമാണ്. കണ്ണിമവക്കാതെ നോക്കി നിന്നു പോയി. മനുഷ്യബന്ധത്തിലെ എല്ലാ തലത്തിലും, നോവിൻ്റെ കനലിലും, സൗഭാഗ്യത്തിൻ്റെ അലസതയിലും, ആഗ്രഹത്തിൻ്റെ വിരസതയിലും, വിഷയത്തിൻ്റെ വിരക്തിയിലും എല്ലാം തേൻ നനവ് പടർത്തിയ ആൾ. അല്ലെങ്കിൽ ചുട്ടുപൊള്ളുന്ന ബോംബ് വെച്ചയാൾ. വിമർശിക്കാം, പ്രചോദനം ഉൾക്കൊള്ളാം. രണ്ടും ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകതയാണ്. രണ്ടും ഒരേ സമയം. തൻ്റെ ബാല്യത്തിൽ സ്കൂൾ ലൈബ്രറിയിൽ നിന്നെടുത്തു വന്ന് ആക്രാന്തത്തിൽ 3-4 തവണ ഒരേ ആവർത്തി വായിച്ച ഒരുപാട് കഥകൾ. തൻ്റെ ജീവിതത്തിൻ്റെ ഓരോ പടവുകൾക്കൊപ്പവും തൻ്റെ വായനായാമത്തിൽ മാറോട് ചേർത്ത കഥാസമാഹാരങ്ങൾ. അടക്കാനാകാത്ത സന്തോഷത്തോടെ വാക്കുകൾ മനസ്സിൽ നിന്നും പുറത്തേക്ക് തികട്ടി വന്നു. സാർ, ഞാൻ സാറിൻ്റെ ആരാധിക. മനസ്സിലാകാത്തതിൽ ക്ഷമിക്കണം. ഈ വിഷാദമുഖം, ഇറക്കിയ മുടി, വ്യാകുലത തോന്നിക്കുന്ന അലസഭാവം എല്ലാം എന്നെ അപരിചിതയാക്കി. സന്തോഷ സൽക്കാരത്തിനിടയിൽ താൻ ജീവിത വൈകൃതങ്ങൾക്കിടയിൽ നിന്നുലയുമ്പോൾ അറിയാതെ എഴുതിപ്പോകുന്ന തൻ്റെ പൊട്ട കവിതകളും കഥകളും അയാളെ കാണിച്ചു. അതൊക്കെ കണ്ണോടിക്കുന്നത് കണ്ടു. ചിലതൊക്കെ വായിച്ചിരിക്കാം. കുറച്ചൊക്കെ സമയമെടുത്തില്ലേ? തൻ്റെ തൂലിക തിരിച്ചു ടേബിളിൽ വെച്ചു എന്നെ ആപാദചൂഡം ഒന്ന് നോക്കി. താൻ തൻ്റെ സ്വൈരവിഹാര കേന്ദ്രങ്ങളും തൻ്റെ മനസ്സിലെ പോരായ്മകളും ഇടക്കൊക്കെ ചോർന്നൊലിച്ചവയും അയാളോട് വിശദീകരിച്ചു. തൻ്റെ മനസ്സിലെ സ്വപ്നങ്ങൾക്കതീതമായി കഥകൾ എഴുതുന്ന ആ മനുഷ്യനോട്, തൻ്റെ ആരാധനാമോഹനോട്, തൻ്റെ പ്രധാന കേന്ദ്രമായ ഈ പറങ്കിമാവിൻ ചോട്ടിലിരുന്ന് തൻ്റെ നിറുത്താതെയുള്ള ഇളക്ക സംസാരം ശ്രദ്ധിച്ചുകൊണ്ട് എന്നെ തന്നിലേക്കടുപ്പിച്ചു അയാൾ നെറ്റിയിൽ ഗാഢമായി ചുംബിച്ചുകൊണ്ട് പറഞ്ഞു, നീ ഒരു കുഞ്ഞിൻ്റെ മാതൃത്വം സൂക്ഷിക്കുന്ന അമ്മയല്ല, ഭർത്താവിൻ്റെ അനുസരണയുള്ള ഭാര്യയല്ല, ഇന്നും പാതി വിടർന്നു വരുന്ന ആമ്പൽ പൂവാണ്. തൻ്റെ തൂലികകൾക്കുള്ളിലെ അന്തർയാമങ്ങളിൽ ഒളിച്ചിരിക്കുന്ന എൻ്റെ മാനസിക സമീപനങ്ങൾ തൊട്ടുണർത്തുന്ന പൊട്ടിപ്പെണ്ണ്. തനിക്കൊന്ന് ചലിക്കാൻ പോലുമായില്ല. എന്തൊക്കെയോ സഫലമായതുപോലെ. സർവ്വതും നേടിയെടുത്ത പോലെ താനാ നെഞ്ചിൽ അമർന്നു. അതാ തെക്കുഭാഗത്തൊരു നിഴലാട്ടം. തൻ്റെ മനസ്സിൻ്റെ തിര. അവളുടെ കാലുകൾ അങ്ങോട്ടേക്ക് ചലിക്കുന്ന വേളയിൽ വീണ്ടും അകത്തുനിന്ന് കുഞ്ഞിൻ്റെ അലമുറയിടുന്ന ശബ്ദം.
പാതി വഴിയിൽ വെച്ച് അവൾ അകത്തേക്ക് ധൃതിയിൽ നടന്നു. ഉത്സാഹത്തോടെ കുഞ്ഞിനെ ഉറക്കാൻ തുടങ്ങി. ധൃതിപ്പെട്ട് ക്ലോക്കിൽ നോക്കി. ഹോ, ഇനിയും 3 മണിക്കൂർ. തൻ്റെ ജീവിത ചലനങ്ങൾക്ക് ചൈതന്യം പകരാൻ ഇതാ ഒരു സ്വപ്നം കൂടി. സംതൃപ്തിയില്ലാ വിവാഹജീവിതം നയിക്കുന്ന സ്ത്രീയുടെ ജൈത്രയാത്ര വീണ്ടും അവളിലൂടെ. ശുഭം. നന്ദി.